മനോഹരമായ ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നാണ്, അത് നമ്മുടെ ജീവിതമാണ്. ആ ജീവിതം ദുരിതപൂർണമാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, മാരകമായ രോഗങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. ആ ശ്രദ്ധ, ഒന്നാമത്തെ ശ്രദ്ധ വേണ്ടത് ഭക്ഷണത്തിലാണ്. ആരോഗ്യരംഗത്തെ പഠനമാണ് പറയുന്നത് 56.4% രോഗങ്ങൾ ഉണ്ടാവുന്നതും ഭക്ഷണം കൊണ്ടാണ് എന്ന്. അപ്പോൾ ഭക്ഷണത്തിന് ഈ പ്രശ്നമുള്ളിടത്താണ് നമ്മൾ ഭക്ഷണത്തെ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്ന് കണക്കാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ സൂപ്പർ ഫുഡ് എന്നുള്ളത്. നമുക്കൊരുപാട് ഫുഡുകളെക്കുറിച്ച് നമ്മൾ കേൾക്കും. ആ ഫുഡല്ല, സൂപ്പർ ഫുഡാണ് മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്നുള്ളത്. അതുകൊണ്ട് കൂണിനെ നമുക്ക് ഭക്ഷണത്തിൻ്റെ ശീലമാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി രോഗപ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന, എല്ലുകൾക്കൊക്കെ ബലം കിട്ടുന്നൊക്കെയുള്ള പഠനങ്ങളെല്ലാം ഉള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂണിനെ ഭക്ഷണത്തിൻ്റെ ശീലമാക്കുക. കൂൺ കൃഷി അതിനനുസരിച്ച് നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഒരു നാടിന് ഏറ്റവും ഗുണകരമായി തീരുന്നത്. അതാണ് കൂൺ ഗ്രാമത്തിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂൺ ഗ്രാമത്തിൽ പങ്കാളിയായ മുഴുവൻ കർഷകരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. കൂൺ കൃഷി കാണണം എന്നോട് MLA മാർ രണ്ടുപേരും പറഞ്ഞിരുന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റേജിൽ വെച്ച് തലങ്ങും വിലങ്ങും പറഞ്ഞു നോക്കി, കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു നോക്കി. പക്ഷേ എന്നെ ഇന്നത്തെ ദിവസം ഈ പ്രശ്നമെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊരു കൂൺ കൃഷി കാണുന്നത് കൊണ്ട് ആ കർഷകർക്ക് അവിടെ വരെ വന്നല്ലോ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കൃഷി ചെയ്യാൻ എല്ലാം തയ്യാറെടുത്ത് വെച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അധികം ആരെ നിങ്ങൾ കൊണ്ടുവന്ന് അത് കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. ആ കൂൺ മെച്ചപ്പെട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കയറുന്നെങ്കിൽ ചെല്ലുന്നവരെല്ലാം മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് കയറാവും. ക്യാമറാമാന്മാർ കയറി അതിൻ്റെ പുറകെ നമ്മളും ചാടി കയറി ആ കൂണിന് അതുമൂലം പ്രശ്നമുണ്ട്. അത്ര പവിത്രമായിട്ട് ഒരു ക്ഷേത്രത്തിൽ കയറാൻ പോലും ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചാൽ മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് മാത്രമേ ഇതൊക്കെ ഉള്ളൂ. കാരണം ഇത് ഏതാണ്ട് ഒരു ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ്. ഏതെന്നാണോ നിങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അതിൻ്റെ പേരാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ് കൃഷി, ഭക്ഷണം. അതുകൊണ്ട് കൃഷിയിടവും ഒരു ക്ഷേത്രമാണ്. കൂൺ കൃഷി ചെയ്യുന്ന ഇടം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അവിടെ കൊടുക്കേണ്ടതുണ്ട്, വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ആ കർഷകർക്കെല്ലാം പിന്തുണയും പിൻബലവും നമ്മൾ കൊടുക്കണം. നമുക്കൊരു നിശ്ചിത സമയം തീരുമാനിക്കണം. അതിനനുസരിച്ച് ഈ കൂൺ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിപണനത്തിൻ്റെ ഒരു പദ്ധതി ആവശ്യമാണ്. കൂൺ വിൽക്കാതെ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രതിസന്ധി ഉണ്ടാകരുത്. അതുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആലോചിക്കണം. നാട്ടിലുള്ള കാറ്ററിംഗുകാരുമായിട്ടും ഹോട്ടലുകാരുമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഒരു സംസാരം ഉണ്ടാവണം. ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ വകുപ്പുകൾ, ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റുണ്ട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, നമ്മുടെ രണ്ട് വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുണ്ടാവും. ഈ വകുപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്ര പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഇവിടുന്ന് 50 പേരുടെ മീറ്റിംഗാണ്, 50 കൂൺ കട്ട്ലറ്റ് അവരിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിക്കണം. നിങ്ങൾ വേറെ ഭക്ഷണ ചിലവ് പറയുമായിരിക്കും, എന്നാൽ 50 പേർക്കുള്ള കൂൺ പായസം ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇത് പരിപാടി നടക്കുന്നതും. നിങ്ങൾ ഇവിടുത്തെ ഹോട്ടലുകാരോട് നിങ്ങൾ സംസാരിക്കണം, ഏറ്റവും നല്ല കൂണുകൾ ഞങ്ങൾ എത്തിക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പദ്ധതി കൃഷി വകുപ്പ് മുൻകൈ എടുക്കണം. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. മാർക്കറ്റിംഗ് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി അവരെ ഒരാൾക്കും